ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ചില മരങ്ങൾ വീട്ടിൽ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഏതായാലും ഒന്ന് കേട്ടു നോക്കുക, എന്നിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ചില മരങ്ങൾ അല്ലെങ്കിൽ ചില ചെടികൾ വീട്ടിൽ വളർത്തുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് ചില അനുഭവങ്ങളിലൂടെ മനസ്സിലായ കാര്യം. കടവും ദാരിദ്ര്യവും ഒഴിയത്തില്ല എന്നുള്ളതാണ്. ഏതായാലും ഒന്ന് കേട്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ നിരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാണ്, നേരിട്ട് കൺസൾട്ടിങ് അല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയും. ഞാൻ വിശകലനം ചെയ്യുന്നത് രീതി പറയും. ഞാൻ നല്ല ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ വഴിപാടുകളും ഏതൊരാൾക്കും സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ അത് കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിൽ അവർക്ക് തന്നെ സമയത്തിന് തീരാറില്ല. അതുകൊണ്ടാണ്, സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് വരാം. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോയിലെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള രക്ഷപ്പെടാനുള്ള ഒരു കച്ചി തുരുമ്പ് ഇതിനകത്ത് ഉണ്ട്. അതായത് ഈ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, വീട് ജപ്തിയാകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനൊക്കെ ഒരു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വഴിപാട് ഞാൻ പറയുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഈ വഴിപാട് ചെയ്ത ആളുകൾക്ക് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു 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 മാർഗം തുറന്നു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവര് അതിൽ നിന്നൊക്കെ ജീവിതത്തിൽ റിക്കവറി ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് കാര്യം നമ്മളൂടെ പരിശ്രമിക്കണം. മനസ്സിലായില്ലേ? ലോൺ എടുത്ത സമയത്തിന് അടയ്ക്കണം. അത് അടയ്ക്കാത്തതുകൊണ്ട് വരുന്ന കുഴപ്പം അത് നമ്മുടെ കുഴപ്പം തന്നെ. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെ അങ്ങനെ ഉണ്ടായാൽ അത് നമ്മൾ തന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഞാനൊരു വഴിപാടൊക്കെ പറയുന്നുണ്ട്. ചെയ്തവർക്ക് വരുമാന മാർഗം പല രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഗുണം ചെയ്യും. പിന്നെ വാഹനാപകടങ്ങൾക്ക് ചെയ്യാവുന്ന ലളിതമായ ചില വഴിപാടുകൾ എന്നല്ല, വാഹനത്തിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഇന്നത്തെ ഈ പത്രം വായിക്കുമ്പോഴാണെങ്കിലും ടി വിയിലെല്ലാം ഈ വാഹനാപകടങ്ങൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കണം, വാർത്തകൾ. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു എൻ്റെ അറിവുള്ള നല്ല കാര്യം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമ്മൾ അധ്വാനിക്കണം. ഇപ്പൊ ജപ്തിക്ക് വേണ്ടി നമ്മൾക്ക് വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ കയറി ഇരുന്നാൽ കാര്യമില്ല. അതിനുള്ള പ്രവർത്തനങ്ങളിലൂടെ ചെയ്യണം ഉചിതമായിട്ട്. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. വിശദമായിട്ട് കാണുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി വീഡിയോയിലേക്ക് വരാം. അപ്പോഴേ മരങ്ങൾ ഏതൊക്കെ മരങ്ങളാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൽ പ്രധാനമായിട്ട് ആദ്യം വരുന്നത് നാരകം. ഈ നാരകം വീടിന്റെ മുൻവശത്ത് വെക്കുന്ന അത്ര ഒരു ഗുണകരമല്ല എന്നുള്ളതാണ്. നാരകം അത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ചില അനുഭവങ്ങൾ ശ്രദ്ധിക്കുക. ഈ നാരകം വീടിന്റെ മുൻഭാഗത്ത് അത്ര നല്ലതല്ല എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ആൽമരം, അത്തി, ഇത്തി, ഈ മരങ്ങളും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് അത്ര ഗുണകരമല്ല എന്നുള്ളതാണ്. പിന്നെ ഒരു കാരണവശാലും ഈ വീട്ടില് പറ്റാത്ത ഒരു മരമാണ് പനയൊന്നും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ അത്ര ഗുണകരമല്ല. പിന്നെ പേരാലും അത്ര നല്ലതല്ല. പിന്നെ പഞ്ഞിമരം നമ്മൾ കണ്ടിട്ടില്ലേ? ഈ പഞ്ഞിമരം അതും വീടുകളിൽ വെച്ച് പിടിപ്പിക്കുന്ന അത്ര നല്ലതല്ല. പിന്നെ ശീമപ്ലാവും അത്ര നല്ലതല്ല. ഞാവല്, ഇങ്ങനെയുള്ള മരങ്ങളൊന്നും അത്ര നല്ലതല്ല. പിന്നെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത്, കിഴക്ക് ഭാഗത്ത് വള്ളിച്ചെടികൾ അത്ര ഒരു നല്ലതല്ല എന്നുള്ളതാണ്. വെറ്റില ഇങ്ങനെ വളർത്തുക, ഇതൊക്കെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ചെയ്യുന്നതും അത്ര ഒരു ഗുണകരമല്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ ചില മരങ്ങളല്ല, ചില ചെടികൾ അപ്പൊ അത് ഒന്ന് ഒഴിവാക്കുന്നെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ് നല്ലത് എന്ന രീതി. നിങ്ങളിപ്പം അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്നതെന്ന് എൻ്റെ അർത്ഥമില്ല. പക്ഷെ ചില കാര്യങ്ങളുണ്ട്. വള്ളിച്ചെടിയുടെ അനുഭവം ഉള്ളതാണ്, നാരകത്തിന്റെ അനുഭവം ഉള്ളതാണ്. അങ്ങനെ ചില അനുഭവങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ വെറ്റില, അതിന്റെ അനുഭവം ഉള്ളതാണ്. വീടിന്റെ ഫ്രണ്ട് വശത്ത് അതൊക്കെ നിന്ന് പല കടബാധ്യതകളായി വീടൊക്കെ വിറ്റുപോയ അനുഭവങ്ങളൊക്കെ അറിയാം. എന്തായാലും നമ്മൾ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. പിന്നെ നമുക്ക് ഉചിതവും തോന്നിയ രീതിയിൽ നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാം.
ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഈ വീടൊക്കെ ഒരുപാട് ഒരുപാട് ആളുകൾ മെസ്സേജ് പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, വീട് ജപ്തിയാകുന്നു, ഇല്ലെങ്കിൽ ജപ്തി വരുന്നു, വീട്ടിലേക്ക് പിന്നെ സാമ്പത്തിക കടബാധ്യതകൾ കൂടുതലായിട്ട് വരുന്നു. അത്തരം മെസ്സേജുകളാണ് പലപ്പോഴും കൂടുതലായിട്ട് വാട്സപ്പിൽ കാണാറുള്ളത്. അവിടെ അതിനുവേണ്ടി ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാനിന്ന് പുത്തങ്ക അമ്പലത്തിൽ പോയപ്പം ഇതുപോലെ, ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു, ഞാൻ പുത്തങ്ക അമ്പലത്തിൽ പോയപ്പം ഒരാൾക്ക് ഞാനിതുപോലെ പറഞ്ഞു കൊടുത്ത് അവരുടെ ജപ്തിയുടെ ഒരു ഇത് വന്നു. അപ്പം ഞാനൊരു വഴിപാട് പറഞ്ഞു കൊടുത്ത് അവർ ചെയ്തു. അപ്പം ഇന്ന് അമ്പലത്തിൽ വെച്ച് തന്നെ കണ്ടപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അതിന് പൈസ കിട്ടി എങ്ങാണ്ട് തോന്നും. എനിക്ക് വലിയ സന്തോഷം തോന്നി. പുത്തങ്ക അമ്പലത്തിൽ വെച്ച് അമ്മയുടെ അവിടെ വെച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞൊരു വഴിപാട് ചെയ്ത് അവർക്ക് വേറെ ഇവിടുന്ന് പൈസ കിട്ടി, ജപ്തി ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റി എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇങ്ങനെ പലരുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായ ഒരു വഴിപാടാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്ന് കരുതി നിങ്ങളിപ്പം ലോൺ എടുത്താൽ ലോൺ അടയ്ക്കണം, അടയ്ക്കാത്തതുകൊണ്ടാണ് ജപ്തി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ല, എടുക്കരുത്. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇത് ഞാനൊരു വഴിപാട് പറയുന്നതേ ഉള്ളൂ. അത് ബുദ്ധിമുട്ട് ഉള്ളവർ ചെയ്യുക, അതോടൊപ്പം പരിശ്രമിക്കുകയും കൂടെ ചെയ്യുക. ഉചിതമായ പ്രവർത്തനങ്ങളിലൂടെ വരുമാനം കണ്ടെത്താൻ പരിശ്രമിക്കുകയും കൂടെ വേണം. നമ്മൾ വഴിപാട് ചെയ്തിട്ട് ചുമ്മാ വീട്ടിൽ കയറി ഇരുന്നാൽ ഫലം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. നമ്മൾ അതിനുള്ള ഉചിതമായ പ്രവർത്തനങ്ങളൂടെ ചെയ്യണം. എന്തായാലും ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഈ അടുത്ത് ഉള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ നിങ്ങൾ വൈകുന്നപാട് പോയി ഒരു നെയ്വിളക്ക്, ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് തെളിയിച്ച് സ്വാമിയോട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇത് ശനിയാഴ്ച വൈകിട്ട് ചെയ്യണം. സാധിക്കുന്ന പോലെ ശനിയാഴ്ചകൾ ആവർത്തിക്കണം. ഉറപ്പാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാർഗം അയ്യപ്പസ്വാമി കാണിച്ചു തരും. പിന്നെ നിങ്ങളോട് അതിനുവേണ്ടി പ്രവർത്തിക്കണം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉചിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. അയ്യപ്പസ്വാമി ഒരു മാർഗം കാണിച്ചു കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു, ഇത് കുറേ ആളുകൾക്കൊരു ആശ്വാസമാകുന്ന ഒരു കാര്യമാണ്. ചെയ്തു നോക്കുക. പിന്നെ നമ്മളും കൂടെ അതിനുവേണ്ടി ഒന്ന് പ്രവർത്തിച്ചുകൂടെ ഉചിതമായ പ്രവർത്തനങ്ങൾ ചെയ്ത് നോക്കണം. അപ്പൊ ഇതെന്നല്ല, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചില കോൺട്രാക്ടർമാർക്ക് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് വലിയ സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ശനിയാഴ്ച അയ്യപ്പസ്വാമിക്ക് വൈകുന്നപാട് പോയി ഒരു നെയ്വിളക്ക് തെളിയിച്ച് ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് തെളിയിച്ച് സ്വാമിയോട് പ്രാർത്ഥിക്കുക. എവിടുന്നെങ്കിലുമൊക്കെ നമുക്കൊരു സഹായം വരും. ഇത് ആർക്കും ചെയ്യാം കേട്ടോ, ആർക്കും. നമുക്ക് ഒരു അടി തെറ്റി നിൽക്കുന്ന അവസ്ഥയിൽ, അടി പതറി നിൽക്കുന്ന അവസ്ഥയിൽ, നമുക്കൊരു സഹായം ഇല്ലാത്തൊരവസ്ഥയിൽ ഇത് ചെയ്താൽ ഈശ്വരൻ നമുക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരും. പിന്നെ നമ്മളോട് അതിനുവേണ്ടി ഉചിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം. അപ്പോഴാണത് കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്നത്. നമ്മൾ വഴിപാട് ചെയ്തിട്ട് ചുമ്മാ വീട്ടിൽ ഇരുന്നാൽ ഒരു ഫലം ഉണ്ടാകണമെന്നില്ല. നമ്മൾ അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ, അപ്പം നമ്മുടെ മനസ്സിൽ ഓരോന്ന് തോന്നും, ഈശ്വരൻ തോന്നിക്കും, അത് പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും അപ്പം നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ഉണ്ടാകാൻ പറ്റും. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മളൊരു ജപ്തി എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ വരുന്നതല്ല. നമ്മൾ ലോൺ എടുത്ത് നമ്മുടെ അതിൻ്റെ കാര്യം കണ്ടിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്ക് ലോൺ അടയ്ക്കാൻ നിവൃത്തിയിൽ എടുക്കാൻ പോകരുത്. ഒരു സുപ്രഭാതത്തിൽ ഒരു അത്ഭുതം നടന്ന പോലെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മൾ ലോൺ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. നമുക്കത് അടയ്ക്കാന്നുണ്ടെങ്കിലേ എടുക്കാവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള രീതി. നമ്മളെടുത്ത് കാര്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു വലിയ അപകടം വരുന്ന പോലെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനകത്ത് അർത്ഥമില്ല. നമ്മളത് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ ഇപ്പോൾ ഒരാൾക്ക് ശരീരം ജോലി ചെയ്യാൻ പറ്റാത്ത പോലെ കിടപ്പിലായി, അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ഇപ്പോഴേ ഒരുപാട് സംഘടനകളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരോട് വർക്ക് പറഞ്ഞാൽ സഹായിക്കും. പിന്നെ ഒരു കുഴപ്പമില്ലാതെ എന്നിട്ടും ലോൺ പെൻഡിങ് ആയെങ്കിൽ അതൊക്കെ അവനവൻ്റെ ഒരു ഉപേക്ഷക്കുറവ് കൊണ്ട് വരുന്നതാണ്. അങ്ങനെയൊക്കെ ഉപേക്ഷക്കുറവ് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. നമ്മളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഒരു നീതിപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അപ്പം നമ്മുടെ ചുറ്റും നോക്കിയാൽ പോലും കൈയും കാലും ഇല്ലാത്തവർ പോലും അവര് ജോലി ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈശ്വരൻ തന്ന കഴിവുകൾ പ്രയോജനപ്പെടുത്തണം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. നമ്മൾ ലോൺ എടുത്താൽ അത് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും അടയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഈ ജീവിതത്തിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നേരുണ്ടായിരിക്കണം ജീവിതത്തിന്. ഇപ്പൊ ലോൺ എടുത്ത് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും അടയ്ക്കാന്ന് കരുതി ഒന്നും എടുക്കരുത്. നമുക്ക് അടയ്ക്കാന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതെപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഒരു തട്ടുകേട് പറ്റിയ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴിപാട് ചെയ്ത് അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുക.
പിന്നെ നിങ്ങൾ അതിനുവേണ്ടി ഉചിതമായ പ്രവർത്തനങ്ങളോട് ചെയ്യുക. അങ്ങനെയുള്ളവർക്കൊക്കെ ഈശ്വരൻ ഒരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൂടെ പ്രവർത്തിക്കണം, അപ്പോഴാണ് നമുക്ക് ആ വഴി കണ്ടെത്താൻ പറ്റുന്നത്. ആരും വീട്ടിൽ കൊണ്ടു തരത്തില്ല, നമ്മളൂടെ പ്രവർത്തിക്കണം. അല്ലെ അതിന് നമ്മൾ ഏതെങ്കിലും മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കണം. ജീവിതം അങ്ങനെ നമ്മൾ ജീവിതത്തിലെ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം, സന്തോഷമായിട്ട് ജീവിക്കണം. ജീവിതം ഒരു ഈശ്വരൻ തരുന്ന വലിയൊരു വരദാനമാണ്. അപ്പൊ അതിനെ മാക്സിമം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു. ഇപ്പൊ നമ്മൾ എപ്പോഴും റേഡിയോ, ടി വിയിലായിക്കോട്ടെ, ന്യൂസിലായിക്കോട്ടെ, എപ്പോഴും കാണുന്നതാണ് ഈ വാഹനാപകടങ്ങൾ. വാഹനാപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ചിലപ്പോൾ ഒരു കുടുംബത്തിലെ ഒരു ഗ്രഹനാഥൻ അല്ലെ ഗ്രഹനാഥ ആരുമായിക്കോട്ടെ, ആ കുടുംബത്തിന് ഒരു ആശ്രയമായിരിക്കും. അവര് ഒരു സുപ്രഭാതത്തിൽ ഒരു വാഹനാപകടത്തിൽ മരിച്ചു പോയാൽ ആ കുടുംബം തന്നെ ഒരു വല്ലാതാവുകയാണ്. കുടുംബത്തിന് മുന്നോട്ടുള്ള ഒരു പോക്ക് ഒക്കെ അവിടെ ഒരു ബുദ്ധിമുട്ട് വരികയാണ്. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ. ഇത് ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒന്നുകിൽ ഇപ്പൊ ഓടിക്കുന്ന ആളുടെ അശ്രദ്ധ, അല്ലെങ്കിൽ എതിരെ വരുന്ന ആളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കാം. എതിരെ വരുന്ന ആളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ ദൈവാധീനം എന്നൊരു സംഭവം ഉണ്ടാകണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, പിന്നെ ഈശ്വരാധീനവും കൂടെ അവിടെ ഉണ്ടാകും. അപ്പൊ അതിനുവേണ്ടി ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ട കാര്യമാണ്. ഒന്ന്, നിങ്ങളുടെ വണ്ടിയിൽ മുരുകന്റെ ചെറിയ വേല് മേടിക്കാൻ കിട്ടും. ആ വേല് വെച്ച് വേൽ വേൽ വെട്രി വേൽ എന്നെ സുറ്റി കാക്കും സുബ്രഹ്മണ്യ വേൽ, ഈ മന്ത്രം 3 തവണ വണ്ടിയെ കയറുമ്പോഴും, വണ്ടി എടുക്കുന്നതിന് മുമ്പും, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും, വണ്ടിയെ കയറുമ്പോഴും, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ജപിക്കുക. ഇതൊരു നല്ല ഒരു വിദ്യയാണ്. വേൽ വേൽ വെട്രി വേൽ എന്നെ സുറ്റി എന്നുള്ള ചുറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ സുറ്റി കാക്കും സുബ്രഹ്മണ്യ വേൽ. ഭക്തിയോടെ ചെയ്താൽ ഭഗവാന്റെ ഒരു സംരക്ഷണം ഉണ്ടാകും, ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ഹനുമാന്റെ ചെറിയ പ്രതിമ ഇപ്പം നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മേടിക്കാൻ കിട്ടും. ചെറിയൊരു പ്രതിമ, അത് വണ്ടിയിൽ വയ്ക്കുക. എന്നിട്ട് ശ്രീരാമ ജയരാമ ജയ ജയ രാമ 3 തവണ ജപിക്കുക. ഓം നമോ നാരായണായ 3 തവണ ജപിക്കുക. വണ്ടിയെ കയറുമ്പോഴും വണ്ടിയെ ഇറങ്ങുമ്പോഴും അത് ചെയ്യുക. സ്വന്തമായിട്ട് വണ്ടി ഉപയോഗിക്കുന്നവരുടെ കാര്യമേ പറയുന്നു. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വണ്ടി ഇരുന്നുകൊണ്ട് 3 തവണ ജപിക്കുക. വാഗൊണ്ടാണ് ജപിക്കേണ്ടത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ജപിക്കുക. ഇത് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ കൊണ്ട് പറ്റുന്ന, എല്ലാം കൂടെ ചെയ്യണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏതാന്ന് നോക്കിയിട്ട് അതിലൊന്ന് ചെയ്യുക. ഈ 3ാമത്തെ കാര്യം, ഉണ്ണിക്കണ്ണന്റെ ഒരു ചെറിയ പ്രതിമ വെക്കുക. എന്നിട്ട് ശ്രീരാമ ജയരാമ ജയ ജയ രാമ ഓം നമോ നാരായണായ ഇത് 3 തവണ ജപിക്കുക. വണ്ടിയെ കയറുന്നതിന് മുമ്പും, വണ്ടിയെ കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇങ്ങനെ ചെയ്താൽ സ്വന്തമായിട്ട് വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഒരു പരിധി വരെ ദൈവാധീനം കൊണ്ട് നമ്മൾ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പിന്നെ നമ്മളോട് ശ്രദ്ധിക്കണം. അപ്പൊ ഇത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ അപകട മരണങ്ങളെ, ദുർമരണങ്ങളെ, അത്യാപത്തുകളെ, ഇതുപോലെയുള്ള അപകടങ്ങൾ ഒക്കെ ഒഴിവായി പോകാൻ വേണ്ടി രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് കൈയും കാലും മുഖം നനച്ചിട്ട് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നും ഇടതുകാലം മുന്നോട്ട് വെച്ചിട്ട് ഇടതു കൈ ഇടതുനെഞ്ചി തൊട്ട് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ 3 തവണ ജപിക്കുക. നിത്യേന രാവിലെ ചെയ്യുക. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഭദ്രകാളി അമ്മേ, അവിടുത്തെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്. അമ്മേ, അവിടുത്തോട് എനിക്ക് ദിവ്യമായ സ്നേഹമാണ് എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഈ മന്ത്രം വാഗോണ്ട് 1 തവണയോ അല്ലെ 3 തവണയോ ജപിച്ചിട്ട് അവസാനം വീണ്ടും മനസ്സുകൊണ്ട് അമ്മേ ഭദ്രകാളി അമ്മേ, അവിടുന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്, അമ്മയോട് ദിവ്യമായ സ്നേഹമാണ് അമ്മേ എനിക്ക് എന്ന് പറഞ്ഞ് എനിക്കൊരു ആപത്തും ഉണ്ടാകരുത്, അമ്മയുടെ സംരക്ഷണം ഉണ്ടാകണം, എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകണം, എല്ലാവരും എനിക്ക് വശമായി നിൽക്കണം, അമ്മേ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി എല്ലാം നൽകണം, അമ്മയ്ക്ക് കോടി നന്ദി എന്ന് പറയുക. അത് മനസ്സിൽ പറഞ്ഞാൽ മതി. മന്ത്രം ജപിക്കുന്ന ഭാഗം ജപിക്കണം. എന്നിട്ട് വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. നിങ്ങൾക്ക് ഒരു ആപത്തുകളും ഉണ്ടാകാതെ, അത്യാപത്തുകൾ, ദുർമരണങ്ങൾ, അപകടങ്ങൾ ഇതൊക്കെ ഉണ്ടാകാതെ ദേവി കാക്കും നിങ്ങളെ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഒരുപാട് കുടുംബങ്ങളിൽ, ഒരുപാട് ജീവിതങ്ങളിൽ മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങളത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ജീവിതത്തിലേക്ക് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥനകൾ പലപ്പോഴും ഫലം കാണാത്തതിൻ്റെ ഒരു കാര്യം, നമ്മുടെ മനസ്സിലെ ചില ചിന്തകൾ ഒഴിവാക്കിയാൽ മതി. അതിൽ ഒന്നാമത്തേത്,
മറ്റുള്ളവർ നശിച്ചു കാണണം, മറ്റുള്ളവർക്ക് നാശം വരണം, ഇത്തരം ചിന്തകൾ മനസ്സിൽ നിന്ന് ആദ്യം ഒഴിവാക്കും. അത്തരം ചിന്തകൾ ഒഴിവാക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഫലം കണ്ടു തുടങ്ങും. ഇതൊരു ചെറിയ കാര്യമല്ല. ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നാം, പക്ഷെ ഇത് ചെറിയ കാര്യമല്ല. മറ്റുള്ളവരെ ഒരു മോശം ഇതുണ്ടാകണം, അല്ലെ മറ്റുള്ളവൻ നശിക്കണം, ഇങ്ങനെയുള്ള അല്ലെ മറ്റുള്ളവനോട് ദേഷ്യ, അസൂയ, വെറുപ്പ്, ഇങ്ങനെ ഈ മനസ്സിനെ മലിനപ്പെടുത്തുന്ന ചില ചിന്തകൾ കൂടിയുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും ഫലം കാണത്തില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികൾ, ആ പ്രാർത്ഥനകൾ ഫലം കാണാൻ തടസ്സം ഉണ്ടാകുന്നതാണ്. ശുദ്ധ മനസ്സോടുകൂടി ഈശ്വരനെ വിളിച്ചാൽ, നമ്മൾ ഒരു തവണ പ്രാർത്ഥിച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവന്റെ കച്ചവടം കുറയണം, അല്ലെ മറ്റുള്ളവന് അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഇതൊന്നും ചിന്തിക്കരുത്. നമ്മൾ ഈശ്വര എനിക്ക് നല്ലത് വരണം, ശുദ്ധ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, വീട്ടിൽ നമ്മൾ എപ്പോഴും, ഞാൻ പറയാറുണ്ട്, നമ്മൾ കയറി വരുന്നിടത്ത് 2 പടി വേണം, ഒരു പടിയല്ല. അപ്പൊ ഇതൊക്കെ ആളുകൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ ഈ തത്വശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരോട് പോലും ഈ 2 പടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പലരും എന്നോട് പറഞ്ഞത്, അവര് വ്യക്തമായിട്ടൊരു മറുപടിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഈ 2 പടിക്ക് വേറെ ഒരു രഹസ്യമുണ്ട്. അത് ശരനൂൽ രഹസ്യമാണ്. എന്താണെന്നറിയോ? നമ്മള് ഇപ്പൊ 2 പടി, അതിൽ ആദ്യത്തെ പടി നമ്മൾ വലതുകാല് വെക്കുന്നു, 2ാമത്തെ പടി നമ്മൾ ഇടതുകാല് വെക്കുന്നു, 3ാമത്തെ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാലാണ് വെക്കുന്നത്. ഈ വലതുകാല് തന്നെ വെച്ച് വീട്ടിലേക്ക് കയറുക എന്നുള്ളതാണ് അതിന്റെ രഹസ്യം, 2 പടിയുടെ രഹസ്യം. ആദ്യത്തെ പടി നമ്മൾ വലതുകാല് വെക്കുമ്പോൾ നെക്സ്റ്റ് പടി ഓട്ടോമാറ്റിക്കായിട്ട് ഇടതുകാലാണ് വെക്കുന്നത്. പിന്നെ വീട്ടിലേക്ക് കയറുകയാണ്, അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് വലതുകാല് തന്നെ വരും. അപ്പൊ അതാണ് ഈ 2 പടിയുടെ രഹസ്യം. ചിലടത്ത് 3 പടിയൊക്കെ കാണും, അത് അത്ര നല്ലതല്ല. കാരണം ആ വലതുകാല് തന്നെ വെച്ച് കയറുവാൻ വേണ്ടിയുള്ള ഒരു 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 ഇതാണ് 2 പടി. അപ്പോൾ ഈ വലതുകാല് വെച്ച് കയറുമ്പോൾ ഉള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ആ ശരനൂൽ വിദ്യ അനുസരിച്ച് നമുക്ക് ആ ഒരു ശുഭകരമായ ആ കുടുംബാന്തരീക്ഷം ഉണ്ടാകാനും നമുക്കൊരു കൂടുതൽ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ ഈ വലതുകാല് വെച്ച് ഇങ്ങനെ കയറുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആ വീട്ടിലൊരു സമാധാനം, സന്തോഷം, ഐശ്വര്യം ഇതൊക്കെ വരാൻ വേണ്ടി ഉപകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കക്കൂസിലെ കുളിമുറിയിലൊക്കെ കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറും. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നെഗറ്റീവുകൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതും ശരനൂൽ രഹസ്യമാണ്. ശരനൂൽ രഹസ്യം എന്ന് പറഞ്ഞാൽ ശിവരഹസ്യം. ഇനി കക്കൂസെ കുളിമുറി എന്നൊക്കെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങുമ്പോൾ കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറും. ഇങ്ങനെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചാൽ പോലും ആ വീട്ടില് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യം ഉണ്ടായി വരുമെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് വിചാരിക്കുന്നത്, അല്ല, ഒരിക്കലുമല്ല. പിന്നെ അതുപോലെ നമ്മൾ പല വീടുകളും ചെല്ലുമ്പോൾ കാണാറുണ്ട് മാറാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുക്കിലി മാറാല കാണും. ഈ മാറാല വീട്ടില് എപ്പോഴും വൃത്തിയാക്കണം, എല്ലാം ക്ലീൻ ചെയ്യണം. പ്രത്യേകിച്ച് ചൊവ്വ, വെള്ളി, പൗർണമി ഈ ദിവസങ്ങളിൽ മാറാല വൃത്തിയാക്കി വീട് നല്ല ക്ലീൻ ആക്കണം. അതിൻ്റെ ഒരു ഐശ്വര്യം പ്രത്യേക ഐശ്വര്യമാണ്. ചൊവ്വ, വെള്ളി, പൗർണമി ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള വീടുകളിലേക്ക് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യം ഉണ്ടായി വരും. പിന്നെ വീട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചില വീടുകൾ ഈ പൊക്കം കുറഞ്ഞ വീടുകളാണ്. എന്ന് വെച്ചാൽ ഈ വീടിന്റെ കയറി ചെല്ലുമ്പോഴുള്ള പ്രധാന വാതിലിന്റെ ആ ഭാഗത്തൊക്കെ പൊക്കക്കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള പല വീടുകളും കുറെ നാൾ കഴിയുമ്പോൾ ആൾതാമസമില്ലാതെ കിടക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ വീട് വെക്കുമ്പോൾ ഈ പ്രധാന വാതിൽ നമ്മൾ കയറുന്ന ഭാഗത്തൊക്കെ അത് വാസ്തു നോക്കുന്ന ആളോട് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. സാമാന്യം പൊക്കം വേണം. ഇനി താഴ്ന്ന ഈ ഭിത്തിപ്പുറം താഴ്ന്ന വീടുകളാണെങ്കിലും അത് വാസ്തുക്കാരെയൊക്കെ കണ്ടിട്ട് അല്പം ഉയർത്തണം. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീടിന്റെ ഒരു കട്ടള, പ്രധാന കട്ടള അല്പം ഉയർത്തുമ്പോൾ കൂടുതൽ വായു സഞ്ചാരം വീട്ടിലേക്ക് കയറി വരുമെന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ ചെറിയ കട്ടളയായിരിക്കും വെച്ചിരിക്കുന്നത്, ഒരു കട്ടള മാറി അല്പം വലിപ്പമുള്ള കട്ടള വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വീട് കളരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വായുപ്രവാഹം വീട്ടിലേക്ക് കടന്നു വരും. ആ വീട്ടിൽ ഇരിക്കുന്നവർക്കും കൂടുതൽ ഓക്സിജൻ കിട്ടും. അപ്പൊ ആ വീട്ടിൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണേ, റോഡ് സൈഡിലൊക്കെ പൊക്കം കുറഞ്ഞ്
ഇരിക്കുന്ന ഈ വീടുകൾക്കൊക്കെ കുറെ കഴിയുമ്പോൾ ആൾതാമസം ഇല്ലാതെ കാട് കയറി ഒക്കെ ഇരിക്കുന്ന വീടുകൾ കാണും. പിന്നെ ചില സ്ഥലങ്ങളിൽ വീടുകൾ ഇരുത്തും. അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് വീടുകൾ ഇച്ചിരി പൊക്കത്തിൽ തന്നെ വെക്കണം. പിന്നെ വീടിന്റെ മുറികൾക്ക് ഒരുമാതിരി പൊക്കം വേണം. അപ്പം പ്രധാന കട്ടളയൊക്കെ ഇച്ചിരി വലിപ്പത്തിലുള്ള കട്ടളയായിരിക്കണം, ചെറിയ കട്ടള വെക്കരുത്. ഇതൊക്കെ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ വാസ്തു നോക്കുന്നവരായിട്ട് ആലോചിച്ച് അത് ഇച്ചിരി കളത്തുന്നതിൽ തെറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വീട്ടില് രാവിലെ വൈകിട്ടും കർപ്പൂരം കത്തിക്കണം. ഈ കർപ്പൂരം കത്തിക്കുന്നതിന് പ്രത്യേക ശക്തിയുണ്ട്. കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞാല് ആ വീട്ടില് ഒരു കർപ്പൂരത്തിന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. കാരണം ഈ പലപ്പോഴും ഈ കർപ്പൂരം തൊട്ട് ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് പ്രത്യേക ഫലമാണ്. കർപ്പൂരം എന്ന് പറഞ്ഞാൽ കത്തി ഇല്ലാതായി തീരുന്നതാണ്. അത് പ്രപഞ്ചത്തിലേക്ക് ലയിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന അതുപോലെ പ്രപഞ്ചത്തിലേക്ക് ലയിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു രഹസ്യം. ഇപ്പൊ രാവിലെ വീട്ടിൽ കർപ്പൂരം തൊട്ട് പ്രാർത്ഥിക്കണം. ഇതൊക്കെയാണ് വീട്ടിൽ ഐശ്വര്യം വരുത്തുന്ന കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോലും ആ വീടിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങൾ എന്ന് എപ്പോഴും അറിയുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാം ഇത് ഗുണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നർപ്പവി നർപ്പവി നർപ്പവി. നർപ്പവി എന്ന് വെച്ചാൽ നല്ലത് ഭവിക്കട്ടെ. അതൊരു രഹസ്യ മന്ത്രമാണ്. ഇതെല്ലാവരും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഓർത്തപ്പോൾ അങ്ങ് പറയുകയാണ്, ചില സ്ഥലങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അവിടെ വീട് പണി നടക്കത്തില്ല. അപ്പൊ ചിലരെന്നെ അടുക്കുക ഈ സ്ഥലം അങ്ങ് വിൽക്കും. ഞാൻ ഒരിക്കലും വിൽക്കാൻ പറയത്തില്ല. കാരണം ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ എളുപ്പമാണ്, വിൽക്കാൻ എളുപ്പമാണ്. നേടിയെടുക്കാൻ ഭയങ്കര പാടാണ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. നേടിയെടുക്കാൻ വളരെ പാടാണ്, വിൽക്കാൻ എളുപ്പമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതിന് എല്ലാത്തിനും പരിഹാരം ഉണ്ടാ ചെയ്താൽ മതി. സ്ഥലം മേടിച്ചു, വീട് വെക്കാൻ പറ്റുന്നില്ല. ഞാനൊരു പണി പറഞ്ഞുതരാം. നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി ഒരു ശനിയാഴ്ച രുദ്ര സൂക്ത പുഷ്പാഞ്ജലിയും ഭാഗ്യ സൂക്ത പുഷ്പാഞ്ജലിയും കഴിക്കുക. ആ പ്രസാദം വാങ്ങി നമ്മൾ ഒരു വാഴയിലേക്കകത്ത് ചുരുട്ടി വീടിന്റെ നമ്മൾ വീട്ടിലെ ആ പറമ്പിലേക്ക് കയറുന്ന നമ്മൾ കിഴക്ക് ഭാഗത്തായി, പറമ്പിന്റെ കിഴക്ക് ഭാഗത്തായിട്ട്, അല്ലെങ്കിൽ ദർശനം എങ്ങോട്ടാണോ ആ ഭാഗത്തായി. ഇപ്പൊ ചില പറമ്പിന്റെ ദർശനം തെക്കോട്ടായിരിക്കും, ചിലത് വടക്കോട്ടായിരിക്കും. അപ്പൊ നമ്മളൊരു പറമ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ പ്രധാന ഭാഗത്തായിട്ട് കുഴിച്ചിടുക, ആരും കാണാതെ. അത് ആളുകൾ കാണാതെ കരുതും ചെയ്യുക. അവിടെ വീട് വെക്കാൻ പറ്റും വിശ്വാസത്തോടെ ചെയ്താൽ. അങ്ങനെ വീട് വെച്ചവരുണ്ട്. പിന്നെ നിങ്ങൾ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. മാസത്തിലൊന്ന് ഗ്രഹനാഥന്റെയോ പേരിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും ചെയ്ത് ദേവിയോട് പ്രാർത്ഥിക്കണം. ഇത് സാധിക്കുന്ന പോലെ മാസത്തിലൊന്ന് വീതം ആവർത്തിക്കണം. പിന്നെ അല്പം മണ്ണ് ആ ഭൂമിയിൽ നിന്ന് എടുത്ത് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമത്തിൽ കൊണ്ട് കൊടുക്കുക. അത് ഗണപതി ഹോമത്തിൽ ആ മണ്ണോട് സമർപ്പിച്ച് ഹോമം ചെയ്യാൻ തിരുമേനോട് പറയുക. അപ്പൊ ദൈവാധീനം ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയെന്നേ. അങ്ങനെ ചെയ്ത എത്രയോ അനുഭവങ്ങളുണ്ട്. പണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടുത്തെ ഒരു പയ്യന്റെ ജീവിതത്തിൽ ഒരു കല്യാണം വന്ന് തടസ്സപ്പെട്ട് നിൽക്കുക. അവര് ക്രിസ്ത്യൻസാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മണ്ണെടുത്ത് എടത്വാപ്പള്ളിയിൽ ഇതുപോലെ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം വീട്ടിൽ നിന്ന് മണ്ണെടുത്ത് അവിടെ കൊണ്ടുപോയി എടത്വാപ്പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് തിരിച്ചുകൊണ്ട് വീട്ടിലിടുക. ആ പയ്യന്റെ അപ്പൻ അത് ചെയ്തു. കല്യാണമൊക്കെ നടന്നു. വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പൊ അത് അവരങ്ങനെ നമ്മൾ ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മൾ വീട്ടിൽ നിന്ന് ഇച്ചിരി മണ്ണ് കൊണ്ടുപോയി ദേവി നടയെന്ന് പ്രാർത്ഥിച്ച് അത് വീട്ടിൽ കൊണ്ടിടുക, നല്ലതാണ്. പിന്നെ മണ്ണ് ഗണപതി ഹോമത്തിൽ സമർപ്പിക്കാൻ വേണ്ടി കുറച്ച് മണ്ണൂടെ കൊടുക്കുക, അല്പം മതി. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ആ ഭൂമി ദൈവാധീനം ഉണ്ടാകുന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് ഉടനെ സ്ഥലം വിൽക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിൽക്കണം. കാരണം വിറ്റ് നമ്മുടെ കാര്യങ്ങൾ നടത്തണം. അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ഇവരും ദോഷമാണെന്ന് പറഞ്ഞ് നമുക്ക് ഈശ്വരാധീനത്തിന് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യുക. കാരണം ആരും ഈ വിൽക്കാനും ഒക്കെ എളുപ്പമാണ്. ആരും പെരുവഴിയിലാകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉള്ളതില്ലാതാകരുത്. അതുകൊണ്ട് പറഞ്ഞത്. പിന്നെ എൻ്റെ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.